56 വർഷങ്ങൾക്ക് മുൻപ് മലയാളി സൈനികർ ഉൾപ്പെടെ 102 പേരുമായി കാണാതായ ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഹിമാചൽ പ്രദേശിലെ ലാഹോർ സ്ഥിതി ജില്ലയിൽപ്പെട്ട ദാക്ക മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തി. എയ്റോ എഞ്ചിൻ, ഫൂസ്ലാർജ്, ഇലക്ട്രിക് സർക്യൂട്ട് പ്രൊപ്പല്ലർ, ഇന്ധന ടാങ്ക് യൂണിറ്റ്, എയർ ബ്രേക്ക് അസംബ്ലി, കോക്പിറ്റ് വാതിൽ എന്നിവയാണ് 13 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ജൂലൈ 26-ന് തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. 102 സൈനികരും മറ്റ് സാമഗ്രികളുമായി ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് പോയ AN-12 വിമാനം 1968 ഫെബ്രുവരി 7-നാണ് കുളു ജില്ലയിലെ റോത്തങ് പാസിൽ മഞ്ഞുമലയിൽ കാണാതായത്. രാജ്യം കണ്ട ദൈർഘ്യമേറിയ തിരച്ചിൽ ദൗത്യത്തിനൊടുവിൽ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെ 6 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. മങ്ങിത്തുടങ്ങിയ ഓർമ്മകളുടെ 56 വർഷത്തിന് ശേഷമാണ് ഈ കണ്ടെത്തലെന്നോർക്കണം. ഇന്നലെ വൈകിട്ടാണ് ആറന്മുള പോലീസ് വീട്ടിലെത്തി വിവരമറിയിച്ചത്. തുടർന്ന് കരസേനാ പ്രതിനിധി ലഫ്റ്റനന്റ് അജയ് ചൗഹാനും കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ഇലന്തൂർ ഈസ്റ്റ് ഓടാലിൽ പരേതനായ OM തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമനായിരുന്നു തോമസ് ചെറിയാൻ. കാണാതാകുമ്പോൾ 22 വയസ്സ് മാത്രം പ്രായം. ഇലന്തൂർ സ്വദേശി ഒഡാലിൽ തോമസ് ചെറിയാനെ മരണം കവർന്നത് സൈന്യത്തിൽ ജോലിയിൽ പ്രവേശിച്ച തന്റെ ആദ്യ പോസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ. പ്രീ യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം 18-ാം വയസ്സിലാണ് സൈന്യത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോറിൽ ക്രാഫ്റ്റ്സ്മാനായി ലേ ലഡാക്ക് മേഖലയിൽ നിയമനം ലഭിച്ച് അവിടേക്ക് പോകുന്നതിനിടയിലായിരുന്നു മരണം. അപകടത്തെ തുടർന്ന് മഞ്ഞുമലയിൽ വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും തോമസ് ചെറിയാന്റേതടക്കം 90 പേരുടെ മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സൈന്യം തിരച്ചിൽ പുനരാരംഭിച്ചു. പിന്നീട് ഓരോ തവണയും തിരിച്ചറിയുന്ന മൃതദേഹങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ കരസേനയിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പായി ലഭിച്ചിരുന്നു. തോമസ് ചെറിയാൻ, മൽഖാൻ സിംഗ്, ശിപായി നാരായൺ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത്. മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ അന്നു മുതൽ വിമാനാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സൈന്യം. 2003-ൽ ചന്ദ്രഭംഗ കൊടുമുടി പ്രദേശത്ത് പർവ്വതാരോഹകരുടെ സംഘം സിപ്പായി ബേലി റാമിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. 2007 ഓഗസ്റ്റ് 9-ന് സേന നടത്തിയ തിരച്ചിലിൽ മറ്റു 3 മൃതദേഹങ്ങളും കണ്ടെത്തി. 2018 ജൂലൈ 1-ന് വെസ്റ്റേൺ കമാൻഡിലെ ദോഗ്ര സ്കൗട്ട്സിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ പർവ്വതാരോഹക സംഘം തിരച്ചിൽ നടത്തി. ഈ തിരച്ചിലാണ് വീണ്ടും ഒരാളുടെ മൃതദേഹവും വിമാനത്തിന്റെ ചില ഭാഗങ്ങളും കണ്ടെത്തിയത്. ദാക്ക ഗ്ലേസിയറിൽ 5240 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. യാത്രികരുടെ ചില വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1968-ൽ 98 സൈനികരും 4 ജീവനക്കാരുമായിട്ടാണ് വിമാനം പറന്നുയർന്നത്. ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പതിവ് നിരീക്ഷണ പറക്കലിന് പുറപ്പെട്ടതായിരുന്നു വിമാനം. ലേ വിമാനത്താവളത്തിലേക്ക് കുതിക്കവേ മോശം കാലാവസ്ഥയായതിനാൽ തിരിച്ചുവരാൻ പൈലറ്റിന് നിർദ്ദേശം നൽകി. ചണ്ഡീഗഡിലേക്ക് തിരിച്ചു പറക്കുന്നതിനിടയിൽ വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു.